പത്തനംതിട്ട കോന്നി പാറമട ദുരന്തത്തിൽ കുടുങ്ങിക്കിടന്ന രണ്ടാമത്തെയാളുടെ മൃതദേഹം കണ്ടെത്തി. ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രണ്ടുപേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ജയശങ്കർ, അജയ് റായുടെ മൃതദേഹം ഏതാണ്ട് 24 മണിക്കൂറിലധികം കഴിഞ്ഞാണ് ആ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ നമുക്കിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ആ മൃതദേഹം ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് അത് മാറ്റുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? രക്ഷാപ്രവർത്തനം എത്ര സങ്കീർണമായിരുന്നു, എത്ര ദുഷ്കരമായിരുന്നു ജയശങ്കർ? അതായത് വിജയകുമാർ, ഈ പ്രതികൂല കാലാവസ്ഥയൊപ്പം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടെറേനെയും അതിജീവിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സും NDRF സംഘവും ഈ ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങിയത്. രാവിലെ ആദ്യഘട്ട ദൗത്യത്തിന് ഇറങ്ങിയ 4 സംഘത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഈ സംഘം പരിശോധന നടത്തി കയറിയതിന് പിന്നാലെ ഇവിടെ പാറ ഉൾപ്പെടെ ഇടിയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ തന്നെ ആദ്യഘട്ട ദൗത്യം അവസാനിപ്പിച്ചു. പിന്നീട് അത്യാധുനിക മെഷീനുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന ദൗത്യം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പിന്നീട് ഇത്തരം മെഷീനുകളൊക്കെ തന്നെ വളരെയധികം വൈകി. ദൗത്യം വൈകിട്ട് 7 മണിയോടുകൂടിയാണ് പുനരാരംഭിച്ചത്. ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ മഴ ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു. ആ കാലാവസ്ഥയിൽ പോലും ഏകദേശം 3 മണിക്കൂറോളം നേരം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ ലോങ് ബൂ എക്സലറേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ സൈഡിലുള്ള സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ഇഷ്ടികയും ഈ കല്ലും മണ്ണുമെല്ലാം തന്നെ മാറ്റിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇതിന്റെ ക്യാബിനുള്ളിൽ ഇത്തരത്തിൽ അജയ് റായുടെ മൃതദേഹം ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് കോന്നിയിൽ നിന്ന്.